ഞാൻ ഇന്നലെ പറഞ്ഞ ഐഡിയ മാമ അഗ്രീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓക്കെ പറയുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഈ ചിലപ്പോൾ നമ്മൾ ഓണത്തിന് നമ്മളെ എർട്ടിക്കയിൽ പോകുന്നതാണ് മാമ പറയണത്. നിങ്ങളെല്ലാം ഓക്കെ പറഞ്ഞ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ മാമ ഓക്കെയാണ്. ഇനി കുഞ്ഞൻ്റെ കൂടി ചോദിക്കാവുള്ളൂ. ഇന്നലെ ഞാൻ നിങ്ങളെ സംസാരിച്ചു, ഇന്നിപ്പോൾ മാമനെ സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞു, മാമ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇനി കുഞ്ഞൻ്റെ കൂടെ പറയാവുള്ളൂ. 6 പേര് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ എല്ലാം സെറ്റാവും. കാര്യങ്ങളൊക്കെ നോക്കാം. മാമ നാളെ എന്തായാലും ഷോറൂമിൽ പോയി റേറ്റൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ബാക്കി നാളെ ഏതാ ഈ വണ്ടി കാരൻസ് പൊളി വണ്ടിയുടെ. ഇന്ന് റോഡിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട വണ്ടി ഈ വണ്ടിയാണ്. അതായത് എൻ്റെ ഫ്രണ്ടിലുണ്ട്. പൊളി സാധനം കേട്ടോ. നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം. പള്ളിച്ചെല്ലിൻ്റെ ഷോറൂം ഉണ്ട്, ഇത് കയറി നോക്കാം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും. 7 സീറ്റാണ് സംഭവം. നല്ല ലുക്കാണ് വണ്ടി. കുഞ്ഞാ അഡ്വാൻസ് കൊടുക്കാൻ ശരി ശരി. ഒരു ഫോട്ടോ എടുത്തെടുത്തു. ജസ്റ്റ് കഴിച്ചാൽ സമീപേ നമ്മളെ പൈൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടല്ലോ, നീ വിളിച്ച് ചോദിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ വിജയം പറഞ്ഞു തരും. അപ്പോൾ ശരിയെന്നാ. അപ്പം പിന്നെ വാട്സപ്പ് കാണുന്ന ആൾക്കാർക്ക് പിന്നെ ഇത് ഞങ്ങൾ കൂട്ടുകാർ ചേർന്നെടുത്ത വണ്ടിയാണ് കേട്ടോ. ഒരാളെടുത്ത വണ്ടിയല്ല, നമ്മൾ കൂട്ടുകാർ 6 പേര് ചേർന്നെടുത്ത വണ്ടിയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി എടുത്തൊരു വണ്ടിയാണ്. ഓക്കെ. ഇനി ഹലോ, വണ്ടി ഇറക്കിയിട്ടുണ്ട്. കണ്ടാ? ശരി. അങ്ങനെ നമ്മളെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ റൈമാക്കാതെ വണ്ടി വിളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളെ റൈമിന്റെ വിലയുള്ള വണ്ടി ഇറക്കിയത് കേട്ടോ. നമ്മൾ സാധാരണ കൂട്ടാണെന്നൊക്കെ നിന്നിട്ടേ പെട്ടെന്ന് പറയില്ലേ, അത് ഇവിടെ നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ എന്ന്. അതുപോലെയാണ് പെട്ടെന്ന് എനിക്ക് ഒരു ചുമ്മാ തോന്നി. നമുക്ക് എല്ലാ വർഷവും ട്രിപ്പ് പോകുമ്പോഴത്തേക്കും വണ്ടി വാടക എടുത്താണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളെ സ്വന്തം വണ്ടിയിൽ പോയാൽ എന്തോന്നൊരു ആലോചന വന്ന് ഞാൻ ആ കൂട്ടുകാരത്ത് ചോദിച്ചിട്ടേ നമുക്കൊരു വണ്ടി ഇറക്കാമല്ലോ എന്ന് ചോദിച്ചു. അവരൊക്കെ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പോയി വണ്ടി കണ്ടു. അന്ന് ഈവനിങ് വണ്ടി ബുക്ക് ചെയ്തു. ഇന്നൊരു 20 ദിവസം ആവത്തുള്ളൂ വണ്ടി ഇറങ്ങി നമ്മൾ ആ വണ്ടിയിൽ പോവുകയാണ്. എന്തായാലും സന്തോഷം നമ്മൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ഷാവർ അല്ലെങ്കിൽ എളുപ്പമല്ലേ? കൈമാക കാര്യം മനസ്സിലായില്ല, എനിക്ക് കാര്യം മനസ്സിലായി. അതാണ് വണ്ടി ഇറങ്ങിയ ശേഷം എന്റെ സ്റ്റാറ്റസ് നോക്കിയായി. അപ്പൊ നീ കാര്യം മനസ്സിലാവും.